എനിക്ക് വലിയ രീതിയിൽ മുടികൊഴിച്ചിലുണ്ടായ സമയത്ത് ഞാൻ ഈ ഒരു പാക്ക് മാത്രമാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല റിസൾട്ടാണ്. മുടികൊഴിച്ചിലും താരനൊക്കെ മാറ്റിയെടുത്ത് മുടി നല്ല ഉള്ളോടുകൂടി വളരാൻ സഹായിക്കുന്ന പാക്കാണ്. അപ്പോൾ വലിയ രീതിയിൽ മുടികൊഴിച്ചിലും താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ ആഴ്ചയിൽ ഒരു തവണ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറമ്പിലൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അവിടെ ചെറിയൊരു ബിൽഡിങ്ങിൻ്റെ വർക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കംഫർട്ടായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പറമ്പിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് നമ്മൾ ഒരു റുട്ടീൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാനൊരു പാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രസവം കഴിഞ്ഞിട്ടുള്ള മുടികൊഴിച്ചിൽ മാറ്റാൻ സഹായിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പാക്കിനെ കുറിച്ചാണ് എല്ലാവരും കമന്റിലൂടെ ചോദിക്കുന്നത്. ആ പാക്ക് നല്ലതാണോ, ആ പാക്ക് ഒന്നും കൂടി കാണിച്ചു തരുമോ, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ കമന്റ്സിൽ കൂടുതലും ആഫ്റ്റർ ഡെലിവറി ഹെയർ ഫോൾ കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുമോ എന്നാണ് ഒരുപാട് കമന്റ്സിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇങ്ങനെ ഹെയർ ഫോളുമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് മൂലമൊക്കെയാണ് നമുക്ക് ഹെയർ ഫോൾ ഒക്കെ വരുന്നത്. അപ്പോൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു കെയർ നമ്മൾ കൊടുത്താൽ തന്നെ നമുക്കത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ആ പാക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആഫ്റ്റർ ഡെലിവറി ഹെയർ ഫോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റിയ പാക്ക് അല്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ വലിയ രീതിയിൽ ഹെയർ ഫോളും താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ചെയ്തു നോക്കാം. മുടി കൊഴിച്ചിലും താരൻ്റെ പ്രശ്നമൊക്കെ മാറ്റിയെടുത്തിട്ട് മുടി നല്ല ഉള്ളോടുകൂടി വളരാൻ സഹായിക്കുന്ന ഒരു പാക്കാണ്. ഒറ്റ യൂസിൽ മുടി കൊഴിച്ചിൽ കുറയുമെന്ന് ഞാൻ പറയില്ല. നിങ്ങളൊരു 2 or 3 തവണ ഉപയോഗിക്കുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ എത്ര തവണ ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉഴുന്നാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഉഴുന്നിൻ്റെ പാക്ക് ചെയ്യുമ്പോൾ പറയലുണ്ട്, മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഉഴുന്നാണ്. അപ്പോൾ ഉഴുന്ന് ഞാൻ ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ അളവിൽ തലേദിവസം എടുത്തിട്ട് വെള്ളത്തിൽ കുതിർക്കാനിട്ടതാണ് കേട്ടോ. അപ്പോൾ തലേദിവസം കഴുകിയിട്ട് നിങ്ങൾ വെള്ളത്തിൽ കുതിർക്കാനിടുക. ഒരുപാട് ഹെയർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 3 സ്പൂൺ അളവിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ 2 സ്പൂൺ അളവിൽ നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഉഴുന്നിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പഴമാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു വലിയൊരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റോബസ്റ്റ് ഉണ്ടെങ്കിൽ റോബസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ നേന്ത്രപ്പഴം എടുക്കാം. ഇത് രണ്ടുമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു പഴം നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം അത്രയ്ക്കൊന്നും പഴുത്തിട്ടില്ല. ഇതൊരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പഴുത്ത് കരിഞ്ഞ പഴം കിട്ടുമെങ്കിൽ അത് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. അതാണ് ഏറ്റവും നല്ലത്. നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നേന്ത്രപ്പഴം ഉപയോഗിക്കുക, അല്ലെങ്കിൽ റോബസ്റ്റ് ഉപയോഗിക്കുക. ഇത് രണ്ടും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ചെറുപഴം എടുത്താൽ മതി. ചെറുപഴം ആണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് 1 സ്പൂൺ അളവിൽ അലോവേറയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ട് അലോവേറ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കുന്ന അലോവേറ ചേർക്കുന്നത്. ഫ്രഷ് ആയിട്ട് അലോവേറ ഉണ്ടെങ്കിൽ ഒരു ലീഫിൻ്റെ വലിയ ലീഫൊക്കെ ആണെങ്കിൽ പകുതി ലീഫിൻ്റെ ജെല്ല് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആദ്യ ഘട്ടത്തിൽ വേണ്ടത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഉഴുന്ന് കുതിർക്കാനിട്ട വെള്ളമില്ലേ, അത് തന്നെ മതിയാവും കേട്ടോ. അത് കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഉഴുന്ന് കുതിർക്കാനിട്ട വെള്ളം മാത്രമാണ്. നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. അരിക്കാതെ ഒരിക്കലും നിങ്ങൾ പാക്ക് ഉപയോഗിക്കരുത്. അരിക്കാൻ എല്ലാ പാക്കും കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാം. പക്ഷേ ഈ പാക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഉലുവയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ആകുമ്പോഴാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാവുക. എങ്കിലും നിങ്ങൾ കുറച്ച് മെനക്കെട്ടിട്ടാണെങ്കിലും അരിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കുറച്ച് അകലുള്ളൊരു തുണി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ അരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പാക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ബനാന പാക്ക് പോലെയൊക്കെ ഉണ്ട് കേട്ടോ കാണുമ്പോൾ. ബനാന പാക്ക് തന്നെയാണ്, നമ്മൾ ഉഴുന്നും കൂടി ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അത് മെയിനാണ്, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ കാസ്റ്റർ ഓയിലാണ് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാസ്റ്റർ ഓയിൽ ഒരു ചെറിയ സ്പൂൺ നിറച്ചും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു 1/2 സ്പൂൺ അളവിൽ നിങ്ങൾ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കാസ്റ്റർ ഓയിൽ എല്ലാവർക്കും അറിയാലോ, മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും പിന്നെ മുടി നല്ല തിക്കായിട്ട് വളരാനും നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ കാസ്റ്റർ ഓയിലും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഇന്ന് പാക്ക് മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ തേക്കണം കേട്ടോ. അപ്പോൾ പാക്കും ഓയിലൊക്കെ നമുക്ക് ഇന്ന് പറമ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് എടുക്കുക. എന്നിട്ട് മുടിയിലും സ്കാൽപ്പിലും അത്യാവശ്യം ഓയിൽ തേച്ച് കൊടുക്കുക. ഉഴുന്നിൻ്റെ പാക്ക് നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം അത്യാവശ്യം ഡ്രൈനെസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കാസ്റ്റർ ഓയിൽ ചേർത്തിട്ടുണ്ട് എങ്കിൽ കൂടിയും കുറച്ച് ഓയിൽ നിങ്ങൾ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഡ്രൈ ഹെയറുകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം ഓയിൽ തേച്ചിട്ട് മാത്രമേ നമ്മുടെ ഇന്നത്തെ പാക്ക് നിങ്ങൾ മുടിയിൽ തേക്കാൻ പാടുള്ളൂ. കഴിഞ്ഞ ഏതോ ഒരു ഉഴുന്ന് പാക്കിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഡ്രൈ ആയി. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്കാൽപ്പിലും മുടിയിലും ഞാൻ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ പാക്ക് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കാം കേട്ടോ. സ്കാൽപ്പിലാണ് നന്നായിട്ട് തേക്കേണ്ടത്. മുടിയിൽ തേക്കണം നിർബന്ധമില്ല, മുടിയിൽ തേച്ചത് കൊണ്ടും കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റുട്ടീൻ സെറ്റ് ചെയ്ത് തന്നപ്പോൾ ഞാൻ പറഞ്ഞ പാക്ക് എന്നുള്ളത് റുട്ടീൻ അല്ല കേട്ടോ. എനിക്ക് ഏറ്റവും ബെസ്റ്റ് കിട്ടിയ 6 പാക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിനകത്താണ് ഞാൻ ഈ പാക്കിനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ. എനിക്ക് ഓർമ്മയില്ല, ഞാൻ റുട്ടീനിലാണെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പോഴാലോചിച്ചു നമ്മൾ വിൻ്റർ ഹെയർ കെയർ റുട്ടീനാണ് സെറ്റ് ചെയ്തത്. അതിനകത്ത് എന്തായാലും നമ്മൾ ഹെവി ആയിട്ടുള്ള പാക്കുകളൊന്നും നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ആ ഒരു വീഡിയോൻ്റെ താഴെയാണ് എനിക്ക് ഈ കമൻറ്റ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നവർ ഹെയർ ഫോളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അന്ന് അങ്ങനെ ഹെയർ പാക്കുകളെ കുറിച്ചൊന്നും അത്ര വലിയ അറിവൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി താളി ഉപയോഗിച്ചിട്ട് മുടി കഴുകും. കെമിക്കൽ ഷാമ്പു ഒന്നും ഉപയോഗിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ആഴ്ചയിൽ ഒരു തവണ പോലും കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഡെലിവറിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് വർത്താനത്തിലായി പോരുത്, സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഓയിലൊക്കെ തേക്കുന്ന സമയമൊക്കെയാണല്ലോ. എണ്ണയിലൊക്കെ നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക കുളിപ്പിച്ചിരിക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് ഓയിലൊക്കെ തേച്ചിട്ട് ഞാൻ താളി ഉപയോഗിച്ചിട്ട് മാത്രമാണ് മുടി കഴുകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡെയിലി താളി ഉപയോഗിച്ച് മുടി കഴുകും. ആഴ്ചയിൽ ഒരു തവണ ഈ ഉഴുന്നിൻ്റെ പാക്കായിരുന്നു ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ഹെയർ ഫോൾ എന്ന് വെച്ചാൽ എന്താ പറയുക, ഗർഭിണിയാവുന്ന സമയത്ത് നമുക്ക് ഇരട്ടിയായിട്ട് മുടി വളരും. അതിൻ്റെ ഇരട്ടി മുടി പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയായിരിക്കും നമുക്ക് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ. അത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഹോർമോണിൻ്റെ ചേഞ്ചസ് മൂലമൊക്കെയാണ്. ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ചെറിയ കെയറുകൾ കൊടുത്ത് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. എനിക്ക് തോന്നുന്നു എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ കൂടുതലും ഉഴുന്നിൻ്റെ സാധനങ്ങളാണ് ഞാൻ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് കഴിക്കാനാണെങ്കിൽ ആ സമയത്തൊക്കെ ഉഴുന്നൊക്കെ കഴിച്ചാൽ നല്ലതാണെന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് അമ്മ ഉഴുന്ന് പായസം അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. ഉഴുന്ന് പായസം, പിന്നെ ഫേസിലിടാൻ വേണ്ടിയിട്ട് ഉഴുന്ന് പൊടിച്ചിട്ട് ഉഴുന്നിൻ്റെ പൊടി വെച്ചിട്ട് ഫേസ് പാക്ക് തയ്യാറാക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ ഉള്ള സമയമൊക്കെ ആണെങ്കിൽ റുട്ടീൻ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഉഴുന്നിൻ്റെ ഹെയർ പാക്ക് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ബനാന ഇതിനകത്ത് പിന്നെ പഴമുണ്ട്, ഉഴുന്നുണ്ട്, കാസ്റ്റർ ഓയിൽ ഉണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് കമൻറ്റ്സ് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പാക്കുകൾ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ളത്. ഞാൻ ആ സമയത്തൊക്കെ ഞാൻ താളി ഉപയോഗിച്ച് മുടി കഴുകുമായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ പാക്കുകളെ കുറിച്ചൊന്നും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പാക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹെൽത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പാക്കുകൾ വാരി വലിച്ച് തേച്ച് തണുപ്പൊക്കെ പറ്റാണ്ടായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മുടെ കുഞ്ഞിനെയും കൂടി അത് ബാധിക്കില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഒരുപാട് പാക്കുകളൊന്നും ട്രൈ ചെയ്യാതെ താളി പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വലിയ വിഷയമായിട്ട് വരില്ലല്ലോ. അപ്പോൾ താളിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നവർ താളി ഉപയോഗിച്ചിട്ട് മുടി കഴുകുക. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലത്തെ പാക്കുകളൊക്കെ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ മുടിയിലും കൂടി തേച്ച് കൊടുക്കുക കേട്ടോ. എനിക്ക് നമ്മുടെ ലൊക്കേഷൻ മാറിയതുകൊണ്ട് തേക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പാക്കൊക്കെ വെക്കാനും നമ്മൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെയല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, പറമ്പിലാണെങ്കിലും നമ്മൾ ഹെയർ പാക്ക് തേക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക.
അപ്പൊ ഞാനിതാ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. മുടിയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും തേച്ചിട്ടില്ല കേട്ടോ. മുടിയിൽ കുറച്ച് ഇങ്ങനെ ആവുന്ന രീതിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, തുടക്കം മുതൽ എൻഡ് വരെ വലിച്ചു പിടിച്ച് തേക്കുക അങ്ങനെയൊന്നും ഞാൻ തേച്ചിട്ടില്ല. നിങ്ങൾക്ക് പാക്ക് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ മുടിയിൽ തേച്ച് കൊടുക്കണമെങ്കിൽ മുടിയിൽ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മുടിയിൽ ഇങ്ങനെ തേച്ചിട്ട് നിങ്ങൾക്ക് കെട്ടി വെക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം നിൽക്കാൻ പറ്റുമെങ്കിൽ 15 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്ക് കഴുകാം. കഴുകുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വേറെ ഷാമ്പോ താളിയോ ഒന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് പാക്ക് നമ്മുടെ മുടിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന രീതിയിൽ നിങ്ങൾ കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ പാക്ക് നിങ്ങൾക്ക് മുടി കഴുകി ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കും. നമ്മുടെ മുടി ഒരു വിധത്തിൽ സ്ട്രെയിറ്റ് ആക്കാനും നല്ല ബൗൺസി ആയിട്ട് ഇരിക്കാനൊക്കെ ഈ പാക്ക് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ മുടി കൊഴിച്ചിലും താരനൊക്കെ കുറച്ചിട്ട് ഹെയറിന് ഒരു റീഗ്രോത്ത് തരാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് കമന്റിൽ കൂടുതലായിട്ടും ആഫ്റ്റർ ഡെലിവറി ഹെയർ ഫോൾ സൊല്യൂഷൻ ആണ് എല്ലാവരും ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ, ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വേറെ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡെയിലി നിങ്ങൾ താളി ഉപയോഗിക്കുക. ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ ഈ ഒരു പാക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്തായാലും ഫുഡൊക്കെ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ കുറച്ച് ഫുഡൊക്കെ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു കാര്യം ചെയ്താൽ തന്നെ നമുക്ക് ഹെയർ ഫോളൊക്കെ നമുക്ക് കുറച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർ ആ രീതിയിൽ ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നോർമൽ ആയിട്ടുള്ള ഹെയർ ഫോളൊക്കെ ഉള്ളവരാണെങ്കിൽ, ഹെവി ആയിട്ടുള്ള ഹെയർ ഫോളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരുപാട് പാക്ക് ട്രൈ ചെയ്യാതെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ താളി ഉപയോഗിച്ച് മുടി കഴുകുക. ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ മുടി കൊഴിച്ചിലും താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ പറ്റുന്നവരാണെങ്കിൽ, എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറ്റുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഞാൻ കഴുകുന്ന കാണിക്കുന്നില്ല, കഴുകുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.